നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് വഴി നോക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പാണ്. പക്ഷേ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ലോങ് യാത്രയൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ നെറ്റ്വർക്ക് കവറേജ് കുറവുള്ള ഏരിയയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മാപ്പ് ഡിസ്കണക്റ്റ് ആവാറുണ്ട്. അതേപോലെ നമ്മളെ ഫോണിലുള്ള നെറ്റ് കഴിഞ്ഞാലും ഒക്കെ ഡിസ്കണക്റ്റ് ആവാറുണ്ട്. ഗൂഗിൾ മാപ്പിന് ഒരുപാട് MB യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് നമുക്കൊക്കെ അറിയാം. കൂടുതൽ ഡാറ്റ വലിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രവാസികൾക്കും അതേപോലെ പല ആളുകൾക്കും ഗൾഫിലൊക്കെ മാപ്പിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന സംഭവമാണ്. അതായത് നമുക്ക് മുൻകൂട്ടി തന്നെ നമുക്ക് പോകാനുള്ള ഒരു ഏരിയ നമുക്ക് ഓഫ്ലൈനായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഗൂഗിൾ മാപ്പ് നെറ്റില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഓഫ്ലൈനിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നെറ്റില്ലാത്തൊരു സമയത്തും ഫോണിൽ നെറ്റില്ലെങ്കിലും നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ മുകളിൽ പ്രൊഫൈൽ പിക്ചറുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ലൈൻ മാപ്പ് എന്നുള്ളൊരു ഓപ്ഷനാണ്, ഓഫ്ലൈൻ മാപ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നെറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് വൈഫൈ എന്നൊക്കെ നമുക്ക് നെറ്റ് ഉള്ള ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങൾ ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും, പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് സെലക്ട് യുവർ ഓൺ മാപ്പ്. ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഞാൻ സൂം ഔട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൻ്റെ ലൊക്കാലിറ്റി കൂടുന്നതായിട്ട് കാണാൻ പറ്റും. എനിക്കിപ്പോൾ കോഴിക്കോട് കണ്ണൂർ ഏരിയ മൊത്തം എനിക്ക് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഏരിയ കൂട്ടാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് ഈ ഒരു ഏരിയ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അത്ര ഏരിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതായത് സ്ക്രീനിൽ കൈകൊണ്ട് സൂം ഔട്ട് സൂം ഇൻ ചെയ്താൽ മതി. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓൾറെഡി കോഴിക്കോട് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മുൻകൂട്ടി പോകാനുള്ള ഏരിയകളൊക്കെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള പ്രവാസികൾക്ക് മൊബൈൽ നെറ്റിനേക്കാൾ കൂടുതൽ വൈഫൈ ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നത്. അവർ മുൻകൂട്ടി അവർ ഏരിയ അവരെ പോകാനുള്ള ലൊക്കാലിറ്റി മുഴുവനും ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇവിടെ വന്നിട്ട് അപ്ഡേറ്റും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നെറ്റിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ഏരിയയിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ഓപ്ഷൻസൊക്കെ ഒരുപാട് മുമ്പുള്ള ഒരു ഓപ്ഷൻസ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയതാണ്. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.